നമസ്കാരം. ഒരാളുടെ ഉറച്ച ഒരു തീരുമാനം ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ അങ്ങനെയൊന്നാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മനോബൽ കെ ധനി എന്ന പുസ്തകത്തിലെ മേരി സ്കോട്ട് എന്ന അസാധാരണ വനിതയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിച്ചു നോക്കിക്കേ. തലയുയർത്ത് നിൽക്കുന്ന ഹിമാലയം, അതിരാവിലത്തെ സൂര്യരശ്മി തട്ടി കാഞ്ചൻജംഗയുടെ കൊടുമുടി ഒരു സ്വർണ്ണ നദി പോലെ അങ്ങ് ഒഴുകിപ്പോവുകയാണ്. അവിശ്വസനീയമായ ഒരു കാഴ്ച അല്ലേ? എന്നാൽ ഈ ഒരൊറ്റ കാഴ്ച സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന ഒരു മിഷണറിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കഥാനായികയായ മേരി സ്കോട്ടിനെക്കുറിച്ചാണ്. സ്കോട്ട്ലൻഡിൽ നിന്ന് ഇന്ത്യയിലെത്തി അവർക്ക് ഹിമാലയത്തിന്റെ ആ ഭംഗി വെറുമൊരു കാഴ്ചയായിരുന്നില്ല കേട്ടോ. അതിലുമപ്പുറം എന്തോ ഒരു ദൈവീകമായ ഒരു ആത്മീയമായ ഒരു അനുഭവമായിരുന്നു അത്. ആ മനോഹരമായ കാഴ്ചയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ അവരുടെ മനസ്സിൽ വന്ന വാക്കുകൾ ഇതായിരുന്നു: എന്തൊരു ഭംഗിയാണിത്! ഇത് സൃഷ്ടിച്ച ആൾ എത്ര മഹാനായിരിക്കും! അതൊരു വെറും ചിന്തയായിരുന്നില്ല, നിങ്ങൾക്കറിയാമോ? അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യത്തിന്റെ തുടക്കം കുറിച്ചത്. പക്ഷേ ഈ പ്രകൃതി സൗന്ദര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്ന മേരി അധികം വൈകാതെ തന്നെ ഒരു കഠിനമായ യാഥാർത്ഥ്യത്തിനു മുന്നിലെത്തുകയാണ്. അതേ സൃഷ്ടിയിലെ തന്നെ വേദനിക്കുന്നൊരു മുഖം. കലിംബോങ് എന്നൊരു ചെറിയ ഗ്രാമം. അവിടെ വെച്ചാണ് അവരുടെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞത്. അവിടെ അവർ കണ്ടൊരു കാഴ്ചയുണ്ടല്ലോ, അത് ശരിക്കും ഹൃദയം തകർക്കുന്നതായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു സൈഡില് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ കാഞ്ചൻജംഗ, മറ്റേ സൈഡിലോ ആ ഭംഗിയൊന്നും കാണാൻ ഭാഗ്യമില്ലാത്ത, കാഴ്ചയില്ലാത്ത ഒരു കൊച്ചുകുട്ടി. ഈ രണ്ട് കാഴ്ചകളും തമ്മിലുള്ള ഒരു അന്തരം, അത് മേരിയുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് വന്നു പതിച്ചത്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. വെറുതെ പ്രസംഗിക്കുന്നതിലല്ല കാര്യം, പ്രവർത്തിക്കുന്നതിലാണ്. തന്റെ യഥാർത്ഥ ധർമ്മം, തന്റെ യഥാർത്ഥ ദൈവം, അത് സഹായം ആവശ്യമുള്ള ഈ മനുഷ്യരുടെ ഇടയിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതെ, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവർ ഉറപ്പിച്ചു, സേവനമാണ് ഏറ്റവും വലിയ മതം. ആ ഒരു തിരിച്ചറിവ് വെറുമൊരു ചിന്തയായി ഒതുങ്ങിയില്ല. അതിൽ നിന്നൊരു വലിയ സ്വപ്നം ജനിച്ചു. കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു സ്കൂൾ. അതൊരു വെറും ചിന്തയല്ല, അതൊരു ദൃഢനിശ്ചയമായിരുന്നു. അതെ, മേരി സ്കോട്ട് തന്റെ ജീവിത ദൗത്യം തുടങ്ങാൻ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോ എങ്ങനെയാണവർ തുടങ്ങിയതെന്നല്ലേ? ആദ്യം മനസ്സൊരു തീരുമാനമെടുത്തു. കലിംബോങ്ങിലൊരു സ്കൂള് തുടങ്ങണം. പിന്നെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ, തന്റെ പാരമ്പര്യ സ്വത്ത് മുഴുവൻ അതിനായി അങ്ങ് കൊടുത്തു. തുടക്കം വലുതൊന്നും ആയിരുന്നില്ല. വെറും 6 കുട്ടികളെ വെച്ചായിരുന്നു ആ സ്കൂള് തുടങ്ങിയത്. പക്ഷേ അവരുടെ ഈ ആത്മാർത്ഥതയും സമർപ്പണവും കണ്ടപ്പോൾ കൂട്ടുകാരൊക്കെ സഹായിക്കാൻ മുന്നോട്ടു വന്നു. അങ്ങനെ ആ ചെറിയ തീപ്പൊരി ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. 1940 മനസ്സിലുറപ്പിച്ച തീരുമാനം 1941 അത് യാഥാർത്ഥ്യമായി. ആ സ്കൂൾ തുടങ്ങി. പിന്നെ അങ്ങോട്ട് 14 വർഷം. ഒന്ന് ഓർത്തു നോക്കൂ, 14 വർഷം സ്വന്തം ജീവിതം മുഴുവൻ ആ കുട്ടികൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. അവരെ പഠിപ്പിച്ചു, പരിപാലിച്ചു, എല്ലാം അവരായിരുന്നു. 1954 താനില്ലെങ്കിലും ഈ സ്ഥാപനം മുന്നോട്ടു പോകണമെന്നവർക്ക് തോന്നി. അതുകൊണ്ട് അതിന്റെ നടത്തിപ്പ് ഒരു നല്ല സേവന സംഘടനയെ ഏൽപ്പിച്ചു. ശരിക്കും എന്തൊരു ദീർഘവീക്ഷണമാണല്ലേ? അപ്പോ മേരി സ്കോട്ട് ആ സ്ഥാപനം കൈമാറിയതോടെ എല്ലാം കഴിഞ്ഞോ? ഇല്ല. അവിടെയാണ് കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. അന്ധനികേതൻ എന്ന ആ വെളിച്ചത്തിന്റെ വീട് ഇന്നും തലമുറകളിലേക്ക് പ്രകാശം വീശിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആ പൈതൃകം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന്. ഈ അന്ധനികേതൻ എന്ന് പറയുന്നത് വെറുമൊരു സ്കൂളല്ല കേട്ടോ. അവിടെ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന കൈത്തൊഴിലുകൾ, സംഗീതം, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബ്രെയിൽ ലിപിയിലൂടെ അവർക്ക് അറിവിന്റെ ഒരു പുതിയ ലോകം തന്നെ തുറന്നുകൊടുക്കുകയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ തന്നെ വികസിപ്പിച്ചെടുത്ത പുതിയ രീതികളിലാണ് ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതാ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം, അത് ചെറുതൊന്നും ആയിരിക്കില്ല. ആ 6 കുട്ടികളുമായി തുടങ്ങിയ ആ യാത്രയിൽ നിന്ന് ഇന്നുവരെ എത്ര ജീവിതങ്ങൾക്കാണ് വെളിച്ചം കിട്ടിയതെന്നറിയാമോ? 186 പേർ. തങ്ങളുടെ ഇരുണ്ട ലോകത്തുനിന്ന് പ്രകാശത്തിലേക്ക് നടന്നുകയറിയ 186 ജീവിതങ്ങൾ. പക്ഷേ അതിലും വലിയൊരു സന്തോഷമുണ്ട്. അവിടെ പഠിച്ചിറങ്ങിയവരിൽ 3 പേർ അവർ തിരിച്ച് അതേ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നോ? പുതിയ കുട്ടികളെ പഠിപ്പിക്കാൻ, തങ്ങൾക്ക് കിട്ടിയ വെളിച്ചം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ. അതെ, ആ പൈതൃകം ഇന്നും ജീവിക്കുന്നു. ഇന്ന് 46 ആൺകുട്ടികളും 14 പെൺകുട്ടികളുമടക്കം 60 കുട്ടികൾ മേരി സ്കോട്ട് എന്ന ആ വലിയ മനുഷ്യസ്നേഹി കൊളുത്തിവെച്ച ആ വെളിച്ചത്തിലാണ് തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുന്നത്. പക്ഷേ കഥയിവിടെ തീരുന്നില്ല. ഇന്നും അവർക്ക് മുന്നിൽ വെല്ലുവിളികളുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ സൂപ്രണ്ടായ ഡൊറോത്തി പേജ് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ കാഴ്ചയില്ലാത്ത ഒരാൾക്ക്
ജോലി കൊടുക്കാൻ പലർക്കും ഒരു മടിയാണ്. ഇത് നമ്മുടെയൊക്കെ മനുഷ്യത്വത്തിന്റെ ഒരു കുറവാണ് കാണിക്കുന്നത്, ശരിയല്ലേ? ഈ ഒരു ചിന്താഗതിക്കെതിരെയാണ് അന്ധനികേതം ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അന്ധനികേതൻ ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു പ്രകാശഗോപുരമാണ്. പക്ഷെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാലോ? ഇനി പറയാൻ പോകുന്ന കണക്കുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 50 ലക്ഷം കാഴ്ചയില്ലാത്തവരുണ്ടെന്നാണ് പറയുന്നത്. 50 ലക്ഷം. അതിൽ എത്ര പേർക്ക് കൃത്യമായ വിദ്യാഭ്യാസമോ പരിശീലനമോ കിട്ടുന്നുണ്ടെന്നറിയാമോ? വെറും 6000 പേർക്ക്. 50 ലക്ഷം എവിടെ, 6000 എവിടെ? ആ ഒരു വ്യത്യാസം മാത്രം മതി നമ്മളൊരു സമൂഹം എന്ന നിലയിൽ എത്രമാത്രം പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ. ഇനി അന്ധനികേതന്റെ കാര്യം തന്നെ എടുക്കാം. ഈ സ്ഥാപനം മുന്നോട്ടു പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അമേരിക്കയിലുള്ള കുറച്ചു നല്ല മനുഷ്യർ ഗോഡ് പാരൻസായി സാമ്പത്തിക സഹായം നൽകുന്നതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാം. പക്ഷേ അതോടൊപ്പം നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നില്ലേ? നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തിനാണ് നമ്മൾ എപ്പോഴും പുറത്തുനിന്നുള്ള സഹായത്തിനായി കാത്തുനിൽക്കുന്നത്? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവസാനമായി മേരി സ്കോട്ടിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠമുണ്ട്. യഥാർത്ഥ സേവനമെന്നത് വെറും പ്രാർത്ഥനയിലൊതുങ്ങുന്ന ഒന്നല്ല, അത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നതിലാണ്. ഒരൊറ്റ മനുഷ്യന്റെ മനസ്സിൽ അല്പം കരുണയും അത് ചെയ്തു തീർക്കാനുള്ളൊരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ തലമുറകളോളം വെളിച്ചം വീശുന്ന ഒരു വലിയ ദീപസ്തംഭം തന്നെ പടുത്തുയർത്താൻ സാധിക്കും. മേരി സ്കോട്ടിന്റെ ജീവിതം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.